ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. കുറെ കൂടി താമസിച്ചിരുന്നെങ്കിൽ ന്യൂമോണിയ ആയനെ. അണ്ണാ ഒരു കവറുണ്ട്. ആ പുതിയ പോസ്റ്റ്മാൻ ചായക്കട കൊണ്ടു തന്നതാ. ബെസ്റ്റ്. എന്താ? മദ്രാസ് നളിയൻ ഇളയരാജയുടെ 36 സെക്കൻഡ് ശ്വാസം വിടാതെ പാടിയ പാട്ടിന്റെ CD അത്. ഇവിടെ ഒരാൾ ശ്വാസം കിട്ടാതെ കിടക്കുമ്പോൾ അയാളുടെ മദ്രാസിൽ പോയിട്ട് അവിടെ കാശ് വല്ലതും ഉണ്ടോ മോനെ? ഓ, ശ്വാസം വിടാതെ പാടിയിട്ട് തലറങ്ങി വീണ ആശുപത്രിയിലാന്ന്. അതിന്റെ ബില്ലടക്കാൻ കാശ് കൊടുക്കാൻ എന്റെ പട്ടി കൊടുക്കും. വാടാ അവിടെ ഇറങ്ങി നടന്നാ മതി. ഇയാളുടെ മോനല്ലേ ശിവമാമറ്റ. നിങ്ങളുടെ കപിൽദേവ് എസ് ഐ റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടേ പോവുള്ളൂ അല്ലേ? അടുത്ത് പോയി പറ, റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ച 2 അടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞ മനസ്സിലാവൂല. സുരേഷ് കുമാരുടെ പടക്കട ചളമായ കേസ് 15-ാം തീയതി അല്ലേ ഭാസ്കരൻ വരുന്നത്? അവരിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ എസ് ഐയെ തീർപ്പിക്കും. പക്ഷെ അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്ത് നടക്കൂല. അതുപോട്ടെ, നമ്മുടെ ചെറുക്കനെവിടെ ശിവൻകുട്ടി അടികൊണ്ട് വരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട. അണ്ണാ ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ? ഇതിനുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവൻ ഇവിടെയുള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം തമ്മിൽ വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കുമെന്ന് ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിനെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കാണത്. എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന് നാട്ടുമില്ലേ? ഇല്ലല്ലേ? ഇതിലുണ്ടേണ്ട, ഇല്ലാതെ എങ്ങനെ? ഇതിനകത്ത് വല്ലതും ഉണ്ടാ? ഇല്ല. ഒരു 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റും. എന്നാ കാണിച്ചു കൊടുക്കും. അപ്പൊ കാശ് ആക്രാന്തം പിടിക്കല്ലേ തരാ. ഇത് ഇങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി 2 കൈയും ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. ഇത് ജാങ്കോ ഒരു തടവ് സ്വന്നാത് 100 തടവ് സ്വന്ന മാതിരി. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ പാടോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്. അതല്ല ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ഒരു ലാത്തിയാണ്. പാടോ, എസ് ഐക്ക് വിവരം കൊടുക്കാം. ഇത് താണ്ടാ പോലീസ്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്താ. അറിയോ? കാളഭാസ്കരൻ വന്നാ എന്നെ കൊല്ലും. അതാലോചിച്ചപ്പോ ഞാൻ എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോകാൻ പോണോ? ഓരോരോ തോന്നലുകള്. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കരൻ എന്നെ നന്നായിട്ടറിയാം, എനിക്ക് അവനെയും. നീയല്ലേ? ധൈര്യമായിട്ട് പോ. ചെല്ലേ. കുട്ടാ, ഇത് ആരുടെ വീടാ? ശിവമാമന്റെ നല്ല കുട്ടി. അല്ല, ആരാ ഇത്? അച്ഛൻ ഇന്നലെ ഗുരുവായൂർ വരുമ്പോ കൊണ്ടുവന്നതാ. അതെയോ? അവന് കൊടുക്ക. കുട്ടാ, ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുക. ആ, ഇത് ശിവൻചാട്ടനുള്ളതല്ല. ഈ ബൈക്ക് എനിക്ക് സ്ത്രീധനായി തന്ന എന്റെ സുധിയേട്ടനുള്ളതാ. ഒരു സുധിയേട്ടൻ എന്ന സൗദി പോയി അവന്റെ മുഖത്തോണ്ട് തെക്കിത് മുഴുവനും. എന്താ കോവിലിലെ നേർച്ചപ്പെട്ടി ആരോ കുത്തി തുറന്നേ? 1 വർഷത്തെ നേർച്ച കാണും. ആ പിച്ചക്കാരൻ മാരിയെ കാണാനില്ല. അവനാണെന്നാണ് എല്ലാരും പറയണത്. എന്റെ കർത്താവേ, വന്ന് ത്യാവിക്കും രക്ഷയില്ലാണ്ടായി. അവൻ തൊലഞ്ഞു പോവും. അമ്മച്ചിയുടെ മുതല് കട്ടോണ്ട് പോയാലേ എങ്ങനെ നന്നാവാനവൻ? രാവിലെ തൂറണമെങ്കിൽ അവൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണം. ഇന്ന് കാണാത്തപ്പോഴേ ഞാൻ നിരീക്ഷിച്ചു ഇത് അവൻ തന്നെ ആയിരിക്കും. എങ്ങോട്ട് തുടഞ്ഞാലും അവന്റെ കണ്ണി പണ്ണാരപ്പെട്ടിയിലാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എപ്പ പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. ഏതായാലും പഠിച്ച കള്ളം തന്നെ. പിച്ചക്കാരനെന്ന് നിരൂപിച്ച് ഞാനും കുറെ ചോറ് കൊടുത്തിട്ടുണ്ട്. മഹാഭാവി മാരി പോലും.
ആൻഡോ സാറല്ലേ? സൈപ്പർ ആൻഡോ? ആന്റോയോ? ഏതാന്റോ? 2 ദിവസം മുമ്പ് ഞാൻ അവിടെ വന്നേരുത്, എനിക്കറിഞ്ഞൂടാ. അല്ല, ഒന്ന് തുറക്കോ? അതെ, ഇവിടെ തന്നെ താമസിച്ചിരുന്നേ, നല്ല തടിച്ചിട്ടൊരാള്. നേരം മെനക്കെടുത്താന്ന് പോ. അല്ല, ആ ഹലോ, കളരിയൊക്കെ പഠിച്ച് റെഡി ആയോ? ഭാസ്കറായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളല്ലേ? SI സാറല്ലേ? ആര്? കപിൽ ദേവ. അറിഞ്ഞില്ലേ? അയാളെ വടക്കാഞ്ചേരിക്ക് തട്ടി മിനിഞ്ഞാന്ന്. പെട്ടിയും പൊക്കടെ എടുക്കാനുള്ള നേരം പോലും കൊടുത്തില്ല. അതാണ് കാളഭാസ്കർ. ഓ, അപ്പൊ കപിൽ ദേവിനെ കണ്ടുകൊണ്ടാണോ നാട്ടിൽ തന്നെ നിന്നത്? പോയി മോനെ. കപിൽ ദേവൊക്കെ ഔട്ടായി. ഇപ്പൊ ഗവാസ്കറ ആരെ അടിക്കൂല, മുട്ടി മുട്ടി നിൽക്കും. ഔട്ടാക്കാനും പറ്റൂല, ആരും ജയിപ്പിക്കുകയില്ല. ജയിലിരിക്കുന്നു. ഹായ് ശിവമാമൻ. ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുക കേട്ടാ. എടാ, തൽക്കാലം എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നൂടെ നിനക്ക്? ആരുടെ അടുത്തടായി വാശി? കരയില്ലമ്മ. എന്തോന്നമ്മ, കരയല്ലേ? ഇല്ല മോനെ, ഇനി ഞാൻ കരയില്ല. നാളെ പൊങ്കാലയാ. പൊന്നമ്മച്ചിക്ക് എന്നെ നന്നായിട്ടറിയാം. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് മുടങ്ങാതെ ഭഗവതിക്ക് പൊങ്കാലടുപ്പ് കൂട്ടുന്നവളാ ഈ ഭാർഗവി. നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഭഗവതിക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാൻ പറ്റൂല. ജാങ്കോ, ജാങ്കോ പറഞ്ഞോ. ആ, എന്താണ്? എനിക്ക് കുറച്ച് കാശ് ഒപ്പിച്ചു തരൂ. എത്ര വേണ്ടി വരും? ഒരു 10,000. 10,000? എന്തിനാണ് ഇത്രയും കാശ്? ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഈ 10,000 എന്നൊക്കെ പറയുമ്പോ പലിശക്കെടുക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും നീ എനിക്ക് ഒപ്പിച്ചു തരണം. അണ്ണനോടൊന്നില്ലേ, ഞാൻ നോക്കിട്ട് വരട്ടെ. ആ ചാക്കേട്ട ആദ്യോട്. ഓ. എന്താ പുതിയ ടിവിയാ? ഭാസ്കരനുമായിട്ടുള്ള അടി TV കാണാൻ പോകാനാ? പൊങ്കാലയ്ക്ക് ചെലവന്മാരുടെ കട്ടയും പടവും മടങ്ങും. അണ്ണാച്ചി ഒരു TV നന്നാക്കാൻ എൻ്റെ തന്നിരുന്നു. അത് ശരിയായില്ല. ഇത് പുത്തനാണ്, കളറ്. ഇത്തവണ കൂടി എന്നെ വിശ്വസിക്കണം, ഈ പ്ലാൻ പൊളിയില്ല. അണ്ണനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേ, കാളഭാസ്കരൻ ഇങ്ങനെ നടന്നു വന്ന വഴി മുന്നിൽ എന്ത് സാധനം കണ്ടാലും കാലം കൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നാളെ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ അവൻ നടന്നു വരുമ്പോൾ ദേ അവന്റെ മുമ്പിലായിട്ട് ദീ കലം കയറ്റി വെക്കണം. എന്തിനാ ഭാസ്കറിന് പൊങ്കാല ഇടാനാ? അണ്ണാ, 1 മിനിറ്റ്. അല്ലടാ, നിന്റെ അമ്മൂമ്മക്ക് ഉച്ചക്കഞ്ഞി വെച്ച് കളിക്കാൻ. അണ്ണാ, ഇതൊരു സാധാരണ കലമില്ല, ഇതിനകത്തൊരു സാധനമുണ്ട്. ഓ, അപ്പൊ അവന്റെ തല പോലെയല്ല, അകത്ത് സാധനമുണ്ട്. ചുമ്മാ ഇരടാ, നീ പറയടേ. ആ, അതായത് ഈ സാധനം. അയ്യോ, ആ കൂട്ടി എന്താണ് എല്ലാരും കൂടി ശിവൻകുട്ടിയുടെ ലാസ്റ്റ് നൈറ്റ് ആഘോഷിക്കാണ്? തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ലോ, അമ്മച്ചാണ് പൈല ഇതിന്റെ കട്ടയും പടം മടങ്ങും. എടാ, ഒരു തമാശ പറഞ്ഞാണ്. ശിവ, നമ്മൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അതെല്ലാം മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേരിലാണ്. പക്ഷേ ഇത് നിന്റെ ജീവന്റെ കാര്യമാണ്. നമ്മുടെ തെരുവിൽ വെച്ച് ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യൂല. അതിനെ ഞങ്ങൾ സമ്മതിക്കില്ല. വിശ്വസിക്കടാ. നരസിംഹം സിനിമയില് ലാലേട്ടനൊരു പ്രശ്നം വന്നപ്പോ രക്ഷിക്കാനെത്തിയ മമ്മൂക്കയല്ലേ? ഞങ്ങളുണ്ടാ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും.
അണ്ണാ വരൂന്ന് പറഞ്ഞാ ഭാസ്കരൻ വന്നിരിക്കും. അല്ല എന്താണ് ഇപ്പൊ പരിപാടി? ഭാസ്കരൻ എവിടെ ലാൻഡ് ചെയ്താലും അവിടെ വെച്ച് അവൻ അടിച്ചു പൊട്ടിക്കാൻ ഫയലുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തന്നെ അണ്ണാ ഇനി അവന്മാര് വീണാ തന്നെ ദേ ഇതിനകത്ത് നല്ല നാടൻ ബോംബ് വെക്കുന്നു. കാല് തട്ടുന്നു, ബോംബ് പൊട്ടുന്നു. ഏയ് അതൊന്നും വേണ്ട. നാളെ പൊങ്കാലയിടാൻ ഒരുപാട് പേര് വരണതാ. ആ പാവങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. ഭാസ്കരൻ വരട്ടെ.